ശ്രീ ഏലിയാസ് ജോൺ, അങ്ങ് പറഞ്ഞിരുന്നു ഒരു കരാർ ലംഘനം നടന്നിട്ടില്ല എന്ന് കഴിഞ്ഞ ചർച്ചയിൽ തന്നെ അങ്ങ് പറഞ്ഞതാണ്. പക്ഷേ കരാർ ലംഘനമല്ല എങ്കിലും സംസ്ഥാന സർക്കാർ ഒരു അതൃപ്തി അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ നടപടി ക്രമങ്ങളിൽ ഒരു അനാവശ്യമായി തിടുക്കം അദാനി MSCയുമായുള്ള കരാറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ഷെയറാണ് കൊടുത്തതെങ്കിൽ പോലും ഈ പറയുന്ന നടപടിക്രമങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന കാര്യം സമ്മതിക്കേണ്ടി വരില്ലേ? സ്മൃതി, ഇത് ഞാൻ മനസ്സിലാക്കുന്നത് 13,000 രൂപയുടെ കരാർ അദാനി എന്നാണോ ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്തത്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2015 ചിങ്ങം 1 കരാർ ഒപ്പിടാൻ വരുമ്പോൾ തന്നെ അദാനി MSCയുടെ മൗന അനുവാദം വാങ്ങിച്ചിട്ടാണ് വന്നത്. അല്ലാതെ ഈ ഡീല് നടക്കില്ല. കേരളം പോലൊരു സ്ഥലത്ത് ഒരു വ്യവസായവുമില്ല, ഒരു കാർഗോയുമില്ല. കൊച്ചിയിലാണെങ്കിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാം, ട്രിവാൻഡ്രത്ത് ഒന്നുമില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഒരു പോർട്ട് നിർമ്മിക്കാൻ ഇത്രയും പണം മുടക്കാൻ ഞാൻ പോയാൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകുമോ എന്നുള്ള ഒരു ഉറപ്പ് MSCയിൽ നിന്ന് 2015 വാങ്ങിച്ചിട്ടുണ്ടാവും. അതിന്റെ തുടർച്ചയായിട്ട് പല ഘട്ടങ്ങളിൽ ചർച്ച നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ 1000 കപ്പലിനെ MSC തുടർച്ചയായിട്ട് വിട്ടത്. കാരണം അവർക്കും അറിയണം ഇവിടെ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പൊളിറ്റിക്സ് എങ്ങനെയാണ്, ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എങ്ങനെയാണ്, ഇവിടുത്തെ ഒരു ലേബർ പ്രോബ്ലം എങ്ങനെയാണ്. കേരളം കുപ്രസിദ്ധിയാണല്ലോ. അങ്ങനെ അവരുടെ പഠനത്തിന്റെ ഒടുവിലാണ് അവർ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഓപ്പൺ ആയിട്ട് രംഗത്ത് വരാൻ തീരുമാനിക്കുന്നത്. ഈ 1300 കോടി രൂപ 13,000 കോടി എന്ന് പറയുമ്പോൾ കുറഞ്ഞത് ഒരു വർഷത്തെ എങ്കിലും പഠനം ഇതിന് വേണ്ടി വരും. എനിക്ക് ഇവിടെ സംസാരിച്ച ശ്രീ സലാമിനോട് ചോദിക്കേണ്ടത്, നിങ്ങളിപ്പോ ദേശാഭിമാനി, മാതൃഭൂമി, ഇക്കണോമിക് ടൈംസ് ഒക്കെ പറയുന്നു. ജൂൺ 1 ഞാൻ ഈ വാർത്ത വായിക്കുകയും ഞാൻ ഇതൊരു സ്റ്റോറിയാക്കി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ശ്രീ പിണറായി വിജയന് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 10-25 സ്റ്റാഫുണ്ട്. അദ്ദേഹത്തിന് കണ്ടോൺമെന്റ് ഹൗസ് ഇതുവരെ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ക്ലിഫ് ഹൗസ് ഒരു 100 പേർക്കെങ്കിലും ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അദ്ദേഹത്തിന് നിയമസഭാ മന്ദിരത്തിൽ ഓഫീസുണ്ട്. ഇത് കൂടാതെ MLA ഹൗസിൽ അദ്ദേഹത്തിന് ഓഫീസ് വേണമെന്ന് പറയുന്നത് എന്തിനാണ്? ജൂൺ 1 ലോകത്തെ മുഴുവൻ ഇക്കണോമിക് ടൈംസ് എന്ന് പറയുന്ന പത്രം അറിയിച്ചു. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഒരു പേഴ്സണൽ സ്റ്റാഫ് പോലും ഈ വിവരം അറിഞ്ഞില്ല? ഒരു മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വന്ന് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഈ വിവരം പറയുന്നത്. പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങളെ പോലുള്ളവരൊക്കെ ഇതൊക്കെ അറിഞ്ഞു. ഞങ്ങൾ അറിയുകയും ഞങ്ങൾ ജനങ്ങളോട് പറയുകയും ചെയ്തു. അപ്പോൾ വളരെ ഗുരുതരമായ ഒരു ലംഘനം, ഒരു നെഗ്ലിജൻസ്, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു നെഗ്ലിജൻസ്. ഞാൻ എഴുതിയത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാൻ യോഗ്യനല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം, കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രൊജക്ട്, അവിടെ MSC പോലൊരു മൾട്ടിനാഷണൽ കമ്പനി 13,000 കോടി രൂപ നിക്ഷേപിക്കാൻ പോകുന്ന വാർത്ത പത്രം അച്ചടിച്ചു വന്നിട്ട് 30 ദിവസം ശ്രീ പിണറായി വിജയൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനാണോ? നിങ്ങൾ അതിന് മറുപടിയാണ് പറയേണ്ടത്. അല്ലാതെ ഇത് മാതൃഭൂമിയാണോ ആദ്യം അടിച്ചത്, ദേശാഭിമാനിയാണോ അടിച്ചത്, ഇക്കണോമിക് ടൈംസ് ആണോ അടിച്ചത് എന്നുള്ളതല്ല. കേരളത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നയാൾ ഗുരുതരമായ നെഗ്ലിജൻസ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അദ്ദേഹം നിർവഹിച്ചില്ല. പകരം നിയമസഭയിൽ വന്ന് ചോദ്യം ചോദിക്കുകയാണ് 30 ദിവസം കഴിഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പോ ഇത് മുഴുവൻ മലക്കം മറിഞ്ഞ് അവസാനം ഇത് കരാറുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് അപാകതയില്ല എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ പാർട്ടി പത്രത്തെയാണ് നിങ്ങളിപ്പോ പ്രതി ചേർത്തുന്നത്. പാർട്ടി ആ ജേർണലിസ്റ്റ് മര്യാദയ്ക്ക് അദ്ദേഹം ഒരു ന്യൂസ് ചെയ്തതാണ്. അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് അദ്ദേഹം 5-ാം തീയതി ഒരു ന്യൂസ് അടിച്ചു. കാരണം കഴിഞ്ഞ 1-2 വർഷമായിട്ട് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, എനിക്കറിയാം. അപ്പൊ അദ്ദേഹത്തെ ഇപ്പൊ പ്രതിയാക്കിക്കൊണ്ട് എന്താണ് പാർട്ടി സെക്രട്ടറിയുടെ വരികയെന്നറിയാമോ? ദേശാഭിമാനിയിൽ വാർത്ത വരാൻ പാടില്ലായിരുന്നു, ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ഗൗരവപൂർവ്വം കാണണമായിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറയുകയാണ്, പാർട്ടി ലൈനിൽ ചിന്തിച്ച് വേണം സ്റ്റോറികൾ കൊടുക്കാൻ ദേശാഭിമാനിയിൽ എന്ന് പറയുമ്പോൾ അത് പത്രമല്ല, അത് പാർട്ടി ജേർണലോ വല്ലതുമായിരിക്കും. ഇവിടെ ന്യൂസ് കൊടുക്കുന്ന പത്രമാണെങ്കിൽ അറിയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് വെരിഫൈ ചെയ്തിട്ട്, ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളിൽ അങ്ങനെയാണ് പഠിച്ചത്, ജനങ്ങളോടുള്ള കാര്യം പറയുക. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുതൽ വിഴിഞ്ഞത്തെ പുകഴ്ത്തിക്കൊണ്ട് വിഴിഞ്ഞം വികസനത്തിന്റെ ഒരു പാത തുറക്കുന്നു എന്ന മട്ടിൽ തന്നെ ലേഖനങ്ങൾ വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നവരാണ്. ഒരു ഘട്ടം വന്നപ്പോൾ തിരിച്ചു പോകണമെന്ന് അവർ കരുതിയില്ല. 2 കൊല്ലമായിട്ട് ഈ തുറമുഖത്തെ കുറിച്ച് വർണ്ണിച്ചെഴുതുന്ന ആളാണ്. ഈ ഗേറ്റ് തുറക്കാത്ത ഗേറ്റ് തുറന്നെന്ന് പോലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വളരെ ശുഭാപ്തി വിശ്വാസം ഈ പ്രോജക്റ്റിനെ കുറിച്ചുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റിൽ 13,000 കോടി രൂപ നിക്ഷേപം വരുന്നതിനെ അദ്ദേഹം വളരെ
പോസിറ്റീവായിട്ട് കണ്ടതുകൊണ്ടാണ് റിപ്പോർട്ട് വന്നത്. അദ്ദേഹത്തിന്റെ ജാഗ്രത പോലും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് ഇല്ലാതെ പോയി എന്നുള്ളതിനെ കുറിച്ച് ശ്രീ സലാം മറുപടി പറയണം. ഞങ്ങൾക്ക് ഗവൺമെന്റ് ആയാലും പ്രതിപക്ഷമായാലും ഈ സമൂഹത്തിന്റെ, ഈ സംസ്ഥാനത്തിന്റെ ക്ഷേമം, വെൽഫെയർ, അതാണ് പ്രധാന വിഷയം. അവിടെ ചില സ്മൃതി എന്നോട് ചോദിച്ചെന്താണ്, ഈ കീഴ്വഴക്കം ലംഘിക്കപ്പെട്ടോ, മുഖ്യമന്ത്രി എന്തുകൊണ്ട് അതൃപ്തി അറിയിച്ചു? അത് വെറും സാങ്കേതികമാണ്. ഈ പറയുന്നത് പോലെ ആദ്യം സെബിയാണ് അറിയിക്കുന്നത്. നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടോ? മുഖ്യമന്ത്രി എടുത്ത് നേരിട്ട് വന്ന് പറയുന്നു, ഞങ്ങൾക്കൊരു MSCയുമായിട്ടൊരു കരാറുണ്ട്, ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. അതെന്താ ചോദിക്കുക, എവിടെ കരാർ? എവിടെ? നിങ്ങൾ MSCയുമായിട്ട് സൈൻ ചെയ്ത കരാറുണ്ടോ? ഇല്ലല്ലേ, ഞങ്ങൾ ഇനിയാണ് സൈൻ ചെയ്യാൻ പോകുന്നത്. എന്നാ പോയി സൈൻ ചെയ്തിട്ട് വരാൻ പറയും. സെബിയിൽ ഇപ്പൊ ഇതേ ചോദ്യം ചോദിച്ചാൽ സെബി എന്ത് പറയും? നിങ്ങളുടെ കയ്യിൽ കരാറുണ്ടോ? ഇല്ല, ഞങ്ങളുടെ കരാറില്ല, ഞങ്ങൾ കരാർ ഒപ്പിടാൻ പോകുന്നേ ഉള്ളൂ. എന്നാ പോയി ഒപ്പിട്ടിട്ട് വരാൻ പറയും. അപ്പോ മാൻഡേറ്ററി ആയിട്ട് ഇവിടുത്തെ നിയമം അനുസരിച്ച് ആദ്യം രണ്ട് സ്വകാര്യ കമ്പനികൾ ആദ്യം അവർ ഒരു കരാറിൽ എത്തണം. ആ ഡോക്യുമെന്റ് ആണ് സെബിയിൽ സമർപ്പിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റേജ് മാധ്യമങ്ങൾ അറിയിക്കലാണ്, ലോകം മുഴുവൻ അറിയിക്കണം. മൂന്നാമത്തതാണ് ഈ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ അടുത്ത് വരേണ്ടത്. അത് അവർ ചെയ്തല്ലോ, ആ നടപടിക്രമം അവർ പാലിച്ചു. പിന്നെ എന്തിനാണ് ഇല്ലാത്ത കോലാഹലം ഉണ്ടാക്കുന്നത്? അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൃപ്തി അറിയിച്ചിട്ടുണ്ടെങ്കിൽ, അത് പ്രതിപക്ഷത്തെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്, വേറൊന്നിനുമല്ല. പ്രതിപക്ഷത്തെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.